Hi all, welcome to Eduvalley. ഇന്ന് നമ്മൾ ടൈപ്പ്റൈറ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ടൈപ്പ്റൈറ്ററിനകത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ടൈപ്പ്റൈറ്ററിന് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളും അതിനെ നമുക്ക് നൽകാൻ കഴിയുന്ന റെക്ടിഫിക്കേഷൻസും ആണ് ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കണേ. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, അതിന്റെ റെക്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. ടൈപ്പ്റൈറ്ററിന് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നതൊക്കെയാണ്. എന്താണ്? ബാഡ് അലൈൻമെന്റ്, ജെർക്കി മൂവ്മെന്റ്, സ്ലഗ്ഗിഷ് മൂവ്മെന്റ്, ഇറഗുലർ ലൈൻ സ്പേസിംഗ്, അതുപോലെ സഡൻ സ്റ്റോപ്പേജ് ഓഫ് ക്യാരേജ് വൈൽ ടൈപ്പിംഗ്. ഇങ്ങനെ 5 പ്രോബ്ലംസ് ആണ് പ്രധാനമായിട്ടും ഒരു ടൈപ്പ്റൈറ്ററിനകത്ത് സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ. ബാഡ് അലൈൻമെന്റ്, ജെർക്കി മൂവ്മെന്റ്, sluggish movement, irregular line spacing, sudden stoppage of carriage while typing. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ബാഡ് അലൈൻമെന്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് അലൈൻമെന്റ് എന്നുള്ളത് ആദ്യം അറിയണം. അതിനാണ് ഞാൻ ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുള്ളത്. അലൈൻമെന്റ് എന്ന് പറയുന്നത് എന്താ? ഫോമിംഗ് ഓഫ് ലെറ്റേഴ്സ് ഇൻ എ റെഗുലർ ലൈൻ with even space between them is called alignment. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ തന്നെ നോക്കിയേ, നല്ല ഭംഗിക്ക് വ്യക്തമായിട്ടുള്ള സ്പേസിംഗ് ഒക്കെ കൊടുത്ത്, ഫുൾ സ്റ്റോപ്പ് കൊടുക്കേണ്ടടുത്ത് കൃത്യമായിട്ട് അതൊക്കെ കൊടുത്ത്, കൃത്യമായിട്ടുള്ള സ്പേസിംഗ് അറേഞ്ച്മെന്റ്, ലൈൻ സ്പേസിംഗ് അറേഞ്ച്മെന്റ്, പാരഗ്രാഫ് മാർജിൻ ഇൻഡന്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു മാനറിൽ ഇതുപോലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് അലൈൻമെന്റ്. വ്യക്തമായ സ്പേസിംഗ് ഒക്കെ കൊടുത്ത് ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് അലൈൻമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാഡ് അലൈൻമെന്റ് എന്തായിരിക്കും? ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു മാനറിൽ, വ്യക്തമായിട്ടുള്ള ഒരു സ്പേസിംഗില് ലെറ്റേഴ്സ് വരാതിരിക്കുക എന്നുള്ളതായിരിക്കും. എന്താണ്? കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയൊക്കെ ലെറ്റേഴ്സ് അറേഞ്ച് ആയി പോകുന്നതാണ് ബാഡ് അലൈൻമെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലൈൻമെന്റ് എന്താ? ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് എന്നുള്ള രീതിയാണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാഡ് അലൈൻമെന്റ്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബാഡ് അലൈൻമെന്റ് വരുന്നത് എന്ന് നോക്കുക. ഒന്ന്, ഇംപ്രോപ്പർ യൂസ് ഓഫ് ഷിഫ്റ്റ് കീ. എന്തിനാ ഷിഫ്റ്റ് കീ ഉപയോഗിക്കുന്നത്? നമുക്ക് ടെമ്പററിലി ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം അല്ലേ? നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ പേരോ ഒക്കെ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്ന ആ ഒക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യും അല്ലേ? എന്താ? ടു യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കേഷണലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് കീ ഉപയോഗിക്കുക. അപ്പോൾ എവിടേക്കാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതിന് ഇംഗ്ലീഷ് ലെറ്റേഴ്സിലാണെങ്കിൽ എന്തുണ്ട്? കുറച്ച് റൂൾസ് ഉണ്ട്. ഒരാളുടെ പേരോ ഒരു നാഷന്റെ പേരോ ഒരു സിനിമ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോഴായിരിക്കും ഒരു സെന്റൻസിന്റെ സ്റ്റാർട്ടിങ് ലെറ്റർ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കുക? ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒക്കേഷണലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് കീ ഉപയോഗിക്കുക. അപ്പോൾ ഇംപ്രോപ്പർ യൂസ് ഓഫ് ഷിഫ്റ്റ് കീയുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള യൂസ് എന്തിന് കാരണമാവും? ബാഡ് അലൈൻമെന്റിന് കാരണമാകും. ഇനി എന്താണ്? ടൈപ്പ് ബാർ ബെൻഡ് ചെയ്യുന്നതും എന്തിന് കാരണമാവും? ബാഡ് അലൈൻമെന്റിന് കാരണമാവും. ഡിഫക്റ്റീവ് ടൈപ്പ് ഗൈഡ്, കേട് വന്നിട്ടുള്ള അല്ലെങ്കിൽ കേടുപാട് പറ്റിയിട്ടുള്ള ടൈപ്പ് ഗൈഡും എന്തിന് കാരണമാവും? ബാഡ് അലൈൻമെന്റിന് കാരണമാകും. പിന്നെ അൺഈവൻ ടച്ച്, വ്യക്തമായിട്ടല്ലാത്ത ടച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കീ ഡിപ്രഷൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് വന്നോളണമെന്നില്ല. അപ്പൊ അത് എന്താണ്? ബാഡ് അലൈൻമെന്റിന് കാരണമാകും. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇംപ്രോപ്പർ യൂസ് ഓഫ് ഷിഫ്റ്റ് കീ, ബെൻഡിൻ ടൈപ്പ് ബാർ, ഡിഫക്റ്റീവ് ടൈപ്പ് ഗൈഡ്, അതുപോലെ അൺഈവൻ ടച്ച്. ഇതൊക്കെ എന്തിന് കാരണമാവുന്നതാണ്? ബാഡ് അലൈൻമെന്റിന് കാരണമാവുന്നതാണ്. ഇനി റെക്ടിഫിക്കേഷൻസ് നോക്കാം. നോക്കി. The shift key should be operated properly. ഫസ്റ്റ് കാര്യം എന്താണ്? ഷിഫ്റ്റ് കീ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കണം. രണ്ടാമത്തേത് എന്താണ്? ടൈപ്പ്റൈറ്റർ ബെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് കൃത്യമാക്കി വെച്ചിട്ടുണ്ടാവണം. ഇനി അതുപോലെ തന്നെയാണ് ടൈപ്പ് ഫേസസിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇതൊക്കെയാണ് ബാഡ് അലൈൻമെന്റിന്റെ റെക്ടിഫിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഷിഫ്റ്റ് കീ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം. ടൈപ്പ് ബാറിൽ ബെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ടൈപ്പ് ഫേസസ് ഡിഫക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഏതാണ്?
ജെർക്കി മൂവ്മെന്റ് ആണ്. ഓക്കെ, ജെർക്കി മൂവ്മെന്റും അതുപോലെ തന്നെ സ്ലഗ്ഗിഷ് മൂവ്മെന്റും മെയിൻ സ്പ്രിങ് ടെൻഷൻ കൊണ്ടുണ്ടാവുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഇനി എങ്ങനെയാണ് ജെർക്കി മൂവ്മെന്റ് ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഓവർ ടെൻഷൻ ഓഫ് മെയിൻ സ്പ്രിങ്. മെയിൻ സ്പ്രിങ്ങില് ഓവർ ടെൻഷൻ, മെയിൻ സ്പ്രിങ്ങിനകത്തെ ടെൻഷൻ കൂടുമ്പോഴാണ് ജെർക്കി മൂവ്മെന്റിന് കാരണമാകുന്നത്. അത് ഒന്നാമത്തെ കോസാണ്. രണ്ടാമത്തേത് എന്താണ്? നോ ഓയിൽ ഇൻ ദി വേറോഡ് ചാനൽ. വേറോഡ് ചാനലിനകത്ത് എന്തുണ്ടാവില്ല? ഓയിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ലൂബ്രിക്കന്റ് ഇല്ലാതിരിക്കുമ്പോഴും എന്ത് സംഭവിക്കും? ജെർക്കി മൂവ്മെന്റ് സംഭവിക്കും. മറ്റേതെന്താണ്? എസ്കേപ്പ്മെന്റ് വീലിന്റെ ടീത്ത് റോൺ ഔട്ട് ആയി പോകുന്ന സമയത്തും എന്ത് സംഭവിക്കുന്നു? ജെർക്കി മൂവ്മെന്റ്. അത് പൊട്ടിപ്പോകുന്ന സമയത്തോ തേഞ്ഞു പോകുന്ന സമയത്തോ എന്ത് സംഭവിക്കുന്നു? ജെർക്കി മൂവ്മെന്റ് സംഭവിക്കുന്നു. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വേറോഡ് ചാനലിലെ ലൂബ്രിക്കന്റ് അല്ലെങ്കിൽ ഓയിൽ ഇല്ലാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എസ്കേപ്പ്മെന്റ് വീലിന്റെ ടീത്ത് തേഞ്ഞു പോവുക, പിന്നെന്താണ്? മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കൂടുതലാവുക. ഈ 3 കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കും? ജെർക്കി മൂവ്മെന്റ് സംഭവിക്കും. അപ്പൊ ഇതിന്റെ റെക്ടിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും? അപ്ലൈ ഫ്രഷ് ഓയിൽ, നല്ല വൃത്തിയുള്ള ലൂബ്രിക്കന്റുകൾ ഉപയോഗിക്കുക. പിന്നെന്താണ്? മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കുറയ്ക്കുക. പിന്നെന്താണ്? എസ്കേപ്പ്മെന്റ് വീലിന്റെ ടീത്ത് റൺ ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പുതിയത് വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോ മെയിൻ സ്പ്രിങ്ങിന്റെ ഓവർ ടെൻഷൻ കൊണ്ടാണ് ജെർക്കി മൂവ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ജെർക്കി മൂവ്മെന്റ് റെഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 4-5 ഓപ്ഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളത് ഏതായിരിക്കണം? മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ കുറച്ചു കഴിഞ്ഞാൽ ജെർക്കി മൂവ്മെന്റ് കുറയ്ക്കാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ഓർത്തിരിക്കുക. മെയിൻ സ്പ്രിങ്ങിന്റെ ഓവർ ടെൻഷൻ ആണ് ഒരു കാരണം. പിന്നെ വേറോഡ് ചാനലിൽ ഓയിൽ ഇല്ലാതിരിക്കുന്നതാണ് രണ്ടാമത്തെ കാരണം. പിന്നെന്താണ്? എസ്കേപ്പ്മെന്റ് വീലിന്റെ ടീത്ത് തേഞ്ഞു പോകുന്നതാണ് അടുത്ത കാരണം. അപ്പൊ ഇത് 3 ശരിയാക്കി കഴിഞ്ഞാൽ എന്താണ്? ജെർക്കി മൂവ്മെന്റിനെ നമുക്ക് ഒഴിവാക്കാം. എങ്ങനെയാണ്? ഓയിൽ ഇല്ലാത്ത അവസ്ഥ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം? അപ്ലൈ ഫ്രഷ് ഓയിൽ. എസ്കേപ്പ്മെന്റിന്റെ ടീത്ത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, തേഞ്ഞു പോയി കഴിഞ്ഞാൽ പുതിയത് വെച്ച് റീപ്ലേസ് ചെയ്യുക. മെയിൻ സ്പ്രിങ് ടെൻഷൻ കൂടി പോയി കഴിഞ്ഞാൽ അത് കുറയ്ക്കുക. അപ്പൊ അതൊക്കെ ജെർക്കി മൂവ്മെന്റ് ക്ലിയർ. ഇനി സ്ലഗ്ഗിഷ് മൂവ്മെന്റിന്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, മെയിൻ സ്പ്രിങ് ടെൻഷൻ കുറയുന്നതാണ്. ഓക്കെ, മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ കുറയുന്നതാണ് സ്ലഗ്ഗിഷ് മൂവ്മെന്റിന് ഒരു കാരണം. രണ്ടാമത്തത് എന്താണ്? വേറോഡ് ചാനലില് ഓയിൽ ക്ലോഗ് ചെയ്യുന്ന, കട്ട പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഓയിൽ എക്സസ് ആവുന്നതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തേത് എന്താണ്? ലൂസ് ഡോഗ് സ്പ്രിങ്ങില് ലോ ടെൻഷൻ വരുന്നതും സ്ലഗ്ഗിഷ് മൂവ്മെന്റിന് കാരണമാണ്. അപ്പോ മെയിൻ സ്പ്രിങ്ങിനകത്ത് ഉണ്ടാവുന്ന മെയിൻ സ്പ്രിങ്ങിന്റെ ലോ ടെൻഷൻ കൊണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ വേറോഡ് ചാനലില് ഓയില് ക്ലോഗ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലൂസ് ഡോഗ് സ്പ്രിങ്ങിന്റെ ടെൻഷൻ കുറയുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ ടെൻഷൻ കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോബ്ലം ഇല്ലാതാകുന്നിടം വരെ നമുക്ക് ആ ഒരു ടെൻഷൻ കൂട്ടിക്കൊടുത്താൽ മതി അല്ലേ? ഓക്കെ, ഇപ്പോ സ്ലഗ്ഗിഷ് മൂവ്മെന്റ് എന്താണ്? മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന കുറയുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലമാ. അപ്പൊ ആ പ്രോബ്ലം റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ ഇച്ചിരി ഒന്ന് അങ്ങ് കൂട്ടിക്കൊടുത്ത് അതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയാൽ മതി അല്ലേ? അത്രേ ഉള്ളൂ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി ജെർക്കി മൂവ്മെന്റിന്റെ കാരണം എന്തായിരുന്നു? മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ കൂടുന്നതാ. അപ്പൊ അത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ നമ്മളൊന്ന് കുറയ്ക്കണം. കുറച്ച് ഇത് രണ്ടും ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ജെർക്കി മൂവ്മെന്റിനെ നമുക്ക് ഇജക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇവിടെ സ്ലഗ്ഗിഷ് മൂവ്മെന്റിന്റെ കാരണം എന്താണ്? മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ കുറയുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? വേറോഡ് ചാനലില് ഓയിൽ ക്ലോഗ് ചെയ്ത് കിടക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ലൂസ് ഡോഗ് സ്പ്രിങ്ങിനകത്ത് ലോ ടെൻഷൻ ആവുന്നതാണ്. ഇനി അതിന്റെ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? എക്സസ് ആയിട്ടുള്ള ഓയിൽ നമ്മൾ വൈപ്പ് ചെയ്തെടുക്കണം, തുടച്ചെടുക്കണം. മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ നമ്മളത് തുടച്ചെടുക്കണം. ഡസ്റ്റർ ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ച് തുടച്ചെടുക്കണം. പിന്നെന്താണ്? ടെൻഷൻ, മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ ആണെന്നുണ്ടെങ്കിലും ലൂസ് ഡോഗ് സ്പ്രിങ്ങിന്റെ ടെൻഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോൾട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന അത്രയും വരെ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്തത് ഇറഗുലർ ലൈൻ സ്പേസിങ്. ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് കാരണമാവുന്നത് റാച്ചറ്റ് വീലിന്റെ ടീത്തുകൾ തേഞ്ഞു പോകുന്നതാണ്.
റാച്ചറ്റ് വീലിന്റെ ടീത്ത് തേഞ്ഞു പോകുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, കാർബൺ ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒത്തിരി ഷീറ്റുകൾ കാർബണിൽ സമ്മേഴ്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ടും ആകാം. അപ്പോൾ റാച്ചറ്റ് വീലിന്റെ ടീത്ത് പൊട്ടിപ്പോകുന്നോണ്ടാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അതിന്റെ റെക്ടിഫിക്കേഷൻ എന്താണ്? റാച്ചറ്റ് വീലിന്റെ ടീത്ത് തേഞ്ഞു പോയി കഴിഞ്ഞാൽ പുതിയത് വെച്ച് റീപ്ലേസ് ചെയ്യണം. പിന്നെന്താണ്, ലിമിറ്റഡ് നമ്പർ ഓഫ് പേപ്പർ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഇൻസേർട്ട് ചെയ്യുന്നത്. ടു മച്ച് പേപ്പേഴ്സ് വിത്ത് കാർബൺ ഒന്നും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇറഗുലർ ലൈൻ സ്പേസിങ് സംഭവിക്കും. അപ്പോൾ എത്രയാണോ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അത്രയും ലിമിറ്റിനുള്ളിൽ നിൽക്കുന്ന പേപ്പറാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പേപ്പർ റിലീസ് ലിവർ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ഒറിജിനൽ പൊസിഷൻ. പേപ്പർ റിലീസ് ലിവർ എവിടെയായിരിക്കണം? ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. ഇത് മൂന്നുമാണ് ഇറഗുലർ ലൈൻ സ്പേസിങ്ങിന് നമുക്ക് നൽകാവുന്ന റെക്ടിഫിക്കേഷൻസ്. ഓക്കെ, ദെൻ അടുത്തത് ഞാൻ എഴുതാൻ വിട്ടുപോയി, പക്ഷെ ഞാൻ പറയാം. എന്തായിരുന്നു? സഡൻ സ്റ്റോപ്പേജ് ഓഫ് ക്യാരേജ് ആയിരുന്നു. സഡൻ സ്റ്റോപ്പേജ് ഓഫ് ക്യാരേജ് വൈൽ ടൈപ്പിംഗ് എപ്പോഴാണ്? ക്യാരേജ് പെട്ടെന്ന് നിന്നു പോകുന്ന എപ്പോഴാണ്? ഡ്രോ കോഡ് അല്ലെങ്കിൽ ഡ്രോ ബാൻഡ് പൊട്ടിപ്പോകുമ്പോഴാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ടു മച്ച് ടെൻഷൻസ് വരുമ്പോഴാണ് അത് പൊട്ടിപ്പോകുന്നത്. അപ്പൊ അതിന്റെ കേടുപാടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള റെക്ടിഫിക്കേഷൻ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡ്രോ ബാൻഡ് അല്ലെങ്കിൽ ഡ്രോ കോഡ് പൊട്ടിപ്പോകുമ്പോഴാണ്. അപ്പൊ അവിടുത്തെ ടെൻഷൻ, ആ ടെൻഷനാണ് നമ്മളുടെ മെയിൻ സ്പ്രിങ് ടെൻഷൻ ആയിട്ട് വരണേ അല്ലെ. ഡ്രോ കോഡിന് ടെൻഷൻ കൊടുക്കുന്നത് ആരാ? മെയിൻ സ്പ്രിങ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ടെൻഷനിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം വരാതെ ഇരിക്കുന്നതിന് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് കൃത്യമായിട്ടുള്ള ഓവർഹോളിംഗ് ഒക്കെ ചെയ്യുക. അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ ഡ്രോ ബാൻഡ് കൃത്യമായിട്ടാണോ വർക്കിംഗ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സഡൻ സ്റ്റോപ്പേജ് ഓഫ് ക്യാരേജ് വൈൽ ടൈപ്പിംഗ് നമുക്ക് നിർത്താനായിട്ട് പറ്റും. അപ്പൊ അതാണ് ആ റെക്ടിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രോബ്ലംസ് ആൻഡ് എന്തായിരുന്നു, റെക്ടിഫിക്കേഷൻസ് ആണ് പഠിച്ചത്. അപ്പൊ കുറെ ടെൻഷന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ടെൻഷൻ അടിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് റൈറ്ററിനകത്തുള്ള ടെൻഷൻസിനെ കുറിച്ചാണ്. വളരെ ചെറിയ ക്ലാസ് ആണ്. ഓക്കെ, എക്സാമിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ഫൈൻ, താങ്ക് യു.